ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് ഒരു നീഷ് പെർഫ്യൂമാണ്. നമ്മൾ ചെയ്തിട്ടുള്ളതൊരു ഹൗസാണ് റാമൻ മോണേഗൽ. ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക, ഒരു വാവ് ഫാക്ടർ കിട്ടിയ ഒരു പെർഫ്യൂം. ഒരു രക്ഷയില്ല. നിങ്ങളിത് ഡെഫിനറ്റായിട്ട് ഈ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഡീക്കൻറ്റ് നിങ്ങൾ വാങ്ങണം. കാരണം ഇത്തരം പെർഫ്യൂമുകൾ നമുക്ക് 1-2 ബോട്ടിലായിട്ടൊക്കെയാണ് കിട്ടുന്നത്, അധികം കിട്ടാറില്ല. നിങ്ങൾക്കിത് പിന്നീടൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും ഒപ്പിക്കാൻ പ്രയാസമാണ്. ഇത്തരം പെർഫ്യൂം വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള പെർഫ്യൂമുകളൊക്കെ കിട്ടുന്നത്. ഞാൻ എൻ്റെ ഒരു ഒഫീഷ്യൽ വയലിൽ ട്രൈ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ വാങ്ങി. ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ, ഞാനിത് വാങ്ങി. വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പേ തന്നെ ഡീക്കൻറ്റ് ബുക്ക് ചെയ്യുക. അത്രയ്ക്ക് അഡിക്റ്റീവായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. നിങ്ങളൊരു പെർഫ്യൂമിന് നമ്മളെ വേറൊരു ലോകത്തേക്ക് പറിച്ചു നടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു പെർഫ്യൂം അതുപോലെ ഒരെണ്ണമാണ്. സ്പെയിനിലെ ബാഴ്സലോണയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നൃത്തം നിങ്ങൾക്കറിയായിരിക്കും, ഫ്ലമങ്കോ എന്ന ഒരു നൃത്തം. നമ്മൾ സിന്തഗീന മിലേക്ക് ദോബാര എന്ന സിനിമയിൽ ഋത്തിക് റോഷൻ്റെ ഒക്കെ ഒരു ഡാൻസ് ഉണ്ട്, അത് ബന്ധപ്പെട്ട ഒരു മ്യൂസിക്, ആ ഒരു നൃത്തച്ചുവട്, അതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടാണ് റാമൻ മോണഗൽ എന്ന ഈ ഒരു പെർഫ്യൂം പിറവിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ടെസ്റ്റർ ബാച്ചാണ്, EDP കോൺസെൻട്രേഷൻ. ഇതാണ് ഒരു പർപ്പിൾ നിറത്തിലുള്ള ജ്യൂസാണ് ഇതിൻ്റെ കളർ വരുന്നത്. പെർഫ്യൂമിൻ്റെ പേര് ഒലെ. ഒലെ എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്, അത് ഞാൻ പറയാം. ഇവിടെ ലോഗോ കാണാം. നല്ല പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ക്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, വളരെ പവർഫുൾ ആയിട്ടുള്ള, ഈവൻ ബ്ലൂഡേ ഷാനലിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 100 ml ആണ്, EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. 1916 സ്പെയിനിൽ ആരംഭിച്ച ഒരു നീഷ് ഹൗസാണ് റാമൻ മോണഗൽ. നിലവിൽ ആ കുടുംബത്തിലെ 4ാം തലമുറക്കാരനായ റാമൻ മോണഗലാണ് ഇന്ന് ഈ പെർഫ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റാമൻ മോണഗലിന് ഈ പെർഫ്യൂം നിർമ്മിക്കുക എന്നത് ഒരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരി പാരമ്പര്യമായി ലഭിച്ച ഒരു കല കൂടിയാണ്. അതിനൊരു കലയായിട്ടാണ് റാമൻ മോണഗൽ പെർഫ്യൂമിനെ കാണുന്നത്. സ്പെയിനിലെ നർത്തകർ ഫ്ലമങ്കോ എന്ന നൃത്തം ആടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഡാൻസ്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി വീഡിയോ കണ്ടതിന് ശേഷം. ആ നൃത്തം ആടുന്ന സമയത്ത് ഈ കാണികൾ സന്തോഷ സൂചകമായിട്ട് അല്ലെങ്കിൽ ആഹ്ലാദഭരിതരായിട്ട് അല്ലെങ്കിൽ ആ നൃത്തത്തിൽ നിന്ന് ഉന്മേഷഭരിതരായിട്ട് പറയുന്ന ഒരു വാക്കാണ് ഓലെ. ഓലെ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം അല്ലെങ്കിൽ ഉന്മാദം അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി എന്ന വാക്കിന് അർത്ഥം വരുന്നതാണ് ഓലെ. ഒരു ജീവിതം കുറേ കൂടി സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ അടിച്ചു പൊളിച്ച് ആഗ്രഹിക്കുന്നവർ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പെർഫ്യൂം റാമൻ മോണഗൽ പുറത്തിറക്കിയത്. ഈ പെർഫ്യൂം ബോട്ടിലിനും ഒരു കഥയുണ്ട്. പ്രശസ്ത സ്പാനിഷ് ചിത്രകാരനായ ജോവാൻ മിറോയുടെ ചിത്രങ്ങളാണ് റാമൻ മോണഗൽ ഈ ഒരു പെർഫ്യൂം ബോട്ടിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം ഉൾക്കൊണ്ടത്. അതായത് ഒരു കൊച്ചുകുട്ടി ഈ ലോകത്തെ എപ്രകാരം വീക്ഷിക്കുന്നു, അവൻ്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ, നിറങ്ങൾ, കൗതുകങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ്, അതിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ഈ ഒരു നിറവും ഈ ഒരു പർപ്പിൾ നിറത്തിലുള്ള ബോട്ടിലും ഇതൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ അതിനും ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് റാമൻ മോണഗൽ ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിൽ വെക്കേണ്ട ഒരു ബോട്ടിൽ, എൻ്റെ കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കളറാണ് പർപ്പിൾ. വളരെ പ്രൗഢി തോന്നിപ്പിക്കുന്ന ഒരു നിറമാണ് പർപ്പിൾ. എൻ്റെ ഈ ഒരു കല്ലിനും ഇതിനും ഏകദേശം ഒരേ നിറം. ഇതിൻ്റെ നോട്ടായിട്ട് മെയിൻ പ്രൊഫൈൽ വരുന്നത് സ്വീറ്റ്, ഫ്രൂട്ടി, വുഡി, ഫ്രഷ്, ട്രോപ്പിക്കൽ, പൗഡറി, ഫ്രഷ്, സ്പൈസി, അരോമാറ്റിക്, മസ്കി. പെർഫ്യൂമർ ഞാൻ പറഞ്ഞ പോലെ റാമൻ മോണഗൽ തന്നെയാണ്. ഇതിൻ്റെ ടോപ്പ് നോട്ട്, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ട് പൈനാപ്പിൾ, റാപ്സ്ബെറി, ഡേറ്റ്സ്. മിഡിൽ നോട്ടിൽ സീഡാർ, ജാസ്മിൻ, ഓർക്കിഡ്. ബേസ് നോട്ടിൽ ബാൽസമിക്, മസ്ക്, വാനില. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോട്ടാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോട്ടാണ് പൈനാപ്പിൾ. ഈ പൈനാപ്പിൾ, അതിനോടൊപ്പം തന്നെ റാപ്സ്ബെറി, പിന്നെ ഡേറ്റ്സ്. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ലാത്ത മണം. നിങ്ങളത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളത് ഡെഫിനറ്റ് ആയിട്ട് വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പേ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മണങ്ങളൊന്നാണത്. ഫ്രഷാണ്, സ്വീറ്റാണ്, ഫ്രൂട്ടിയാണ്. ഞാൻ ട്രൈ ചെയ്യണം. സ്പ്രേ ഉണ്ടോ? 10 out of 10, 10ൽ 10 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന, കളക്ഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങി വെക്കേണ്ട ഒരു പെർഫ്യൂം. അതായത് പഴുത്ത് തുടുത്ത പാകമായ പൈനാപ്പിൾ ജ്യൂസിൻ്റെ മണം, അതിനോടൊപ്പം തന്നെ ഡേറ്റ്സിൻ്റെ സ്മെല്ല്, ഈന്തപ്പഴത്തിൻ്റെ മണവും റാപ്സ്ബെറിയും പഴുത്ത് അല്ലെങ്കിൽ വിരൽ കൊണ്ട് നമ്മളൊന്ന് സ്പർശിച്ചാൽ തന്നെ തൊലി ഇളകിപ്പോകുന്ന തരത്തിൽ ജ്യൂസ് നിറഞ്ഞ, ചാറ് നിറഞ്ഞ പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ കൈതച്ചക്ക മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടി സ്മെല്ല്, അതിനോടൊപ്പം ഡേറ്റ്സും നമ്മുടെ റാപ്സ്ബെറിയും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഗംഭീര ഓപ്പണിംഗ്, പ്രൗഢഗംഭീരമായ ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ യൂറോപ്പിൽ നല്ല ചൂടാണല്ലോ. ചൂടുള്ള സ്പാനിഷ് വെയിലിൽ ഉണക്കിയെടുത്ത ഈന്തപ്പഴത്തിൻ്റെ മധുരമുള്ള ഒരു മണം. ഈന്തപ്പഴം നല്ല പഴുത്ത് തുടുത്ത ഈന്തപ്പഴം അല്പം ഒന്ന് ഡ്രൈ ആകുമ്പോൾ കുറേ കൂടി സ്വീറ്റ് ആകും അല്ലേ. ആ ഒരു പഴുത്ത ഈന്തപ്പഴത്തിൻ്റെ ഹൈ ക്വാളിറ്റി ഈന്തപ്പഴത്തിൻ്റെ ഒരു ഡേറ്റ്സിൻ്റെ മണവും പിന്നെ റാപ്സ്ബെറി
ഇതിൽ ടോപ്പ് നോട്ടിൽ തന്നെ റാപ്സ്ബെറി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് നോട്ടാണ് റാപ്സ്ബെറി. റാപ്സ്ബെറിയുടെ ഒരു ഫ്രൂട്ടി മണവും, കയ്യിലിരുന്ന് പഴുക്കണമല്ലോ മണം, റാപ്സ്ബെറി മണം. അതോടൊപ്പം തന്നെ നല്ല പഴുത്ത് പാകമായ മധുരമുള്ള പൈനാപ്പിളിൻ്റെ മണവും. ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ്. നിങ്ങൾ ഓപ്പണിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരു മുഖത്തൊരു എന്താ പറയുക, ഒരു പുഞ്ചിരി വിടരും, ഹാപ്പിനെസ് തോന്നും. കൊടുത്ത പൈസ വർത്തായല്ലോ എന്നുള്ളൊരു അനുഭൂതി നിങ്ങൾക്ക് മനസ്സിലുണ്ട്. എഴുതി വെച്ചോ. ശരിക്കും ഇത് ട്രൈ ചെയ്യുമ്പോൾ ഒരു സ്പാനിഷ് ഫ്രൂട്ട് സ്റ്റാളിലൂടെ നടന്നു പോകുന്ന ഒരു അനുഭവമാണ്. പിന്നെ അതോടൊപ്പം തന്നെ മിഡിൽ നോട്ടിൽ ഓർക്കിഡ് പൂക്കളുടെ മണം, മുല്ലപ്പൂവിൻ്റെ മണവും, പുതുതായി മൊട്ടിട്ട മുല്ലപ്പൂവിൻ്റെയും ഓർക്കിഡ് പൂക്കളുടെയും മണം. ഡയഡോണിൽ ദേവദാരു വൃക്ഷത്തിൻ്റെ വുഡി മണവും പൈൻ മരത്തിൻ്റെ മണവും, പിന്നെ ഒപ്പം ചേർത്തിരിക്കുന്ന മസ്കും വാനിലയും ചേരുമ്പോൾ ഒരു വുഡി മസ്കി മണമാണ്. ദേവദാരു വൃക്ഷത്തിൻ്റെ മണമൊക്കെ ചേർന്നിട്ടുള്ളൊരു മണമാണ് ഡയഡോണിൽ വരുന്നത്. ഇതൊരു റൊമാൻറ്റിക് പെർഫ്യൂം. അത് ചുമ്മാ അതല്ല അദ്ദേഹം ഒലെ എന്നുള്ള പേരിട്ടത്. സന്തോഷവും പ്രണയവും ഒക്കെ കലർന്ന ഒരു പെർഫ്യൂം, ഫുൾ ഹാപ്പി ഹോർമോൺസ് നിറച്ചു വെച്ചൊരു പെർഫ്യൂം. ഒരു ചുട്ടുപൊള്ളുന്ന സ്പെയിനിലെ ഒരു വേനൽക്കാല വൈകുന്നേരം, സ്പെയിനിലെ മനോഹരമായ ഒരു തീരദേശ നഗരം നിങ്ങൾ മനസ്സിൽ കാണുക. അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടും കൂടെ ഉണ്ട്. കൈകോർത്ത് പിടിച്ച് വേനൽക്കാലം നിങ്ങൾ സ്പെയിനിൽ ആഘോഷിക്കുന്നു. പകൽ മുഴുവനും നിങ്ങൾ ആ വേനൽ ചൂടിൽ നഗരത്തിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെ ഐസ്ക്രീം നടന്നുകൊണ്ട് നടക്കുന്നു. പരസ്പരം തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചും കളിച്ചും തളർന്നിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. മനസ്സും ഹൃദയവും പ്രണയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നിമിഷം ഇത് നിങ്ങൾ മനസ്സിൽ കാണുക. അങ്ങനെ നടക്കുമ്പോൾ കടലിനോട് ചേർന്ന് പുറത്ത് വെളുത്ത മരക്കസേരകളിട്ട ഒരു കഫേ നിങ്ങൾ കാണുന്നു. വൈകുന്നേരത്തെ കടൽക്കാറ്റേറ്റ് നിങ്ങൾ രണ്ടുപേരും ആ കസേരകളിൽ പരസ്പരം ചാരിയിരിക്കുന്നു. അവൾ പതുക്കെ തൻ്റെ തല നിങ്ങളുടെ തോളിലേക്ക് ചായുന്നു. ഈ സൂര്യൻ അസ്തമിക്കാൻ കൃത്യം 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ആകാശത്ത് ചുവപ്പും മഞ്ഞയും പർപ്പിളും നിറങ്ങൾ മാറിമറിയുന്നു. ഒരു സുവർണ്ണ നിമിഷം, ഉള്ളത് ഗോൾഡൻ അവർ എന്ന് പറയും. കടലിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഇളം ചൂടുള്ള കാറ്റ് അവിടെ മുടിയഴകളെ തഴുകിക്കൊണ്ട് നിങ്ങളുടെ മുഖത്ത് തൊടുന്നു. ഈ ഒരു മാന്ത്രിക പ്രണയ നിമിഷത്തെ ഒരു കുപ്പിയിലാക്കി റോമൻ മോണകൾ എന്ന പെർഫ്യൂം എന്ന പേരിൽ, ഒല എന്ന പെർഫ്യൂം എന്ന പേരിൽ കുപ്പി നിറച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു മാന്ത്രിക പ്രണയ നിമിഷമാണ് ഈ കുപ്പി നിറച്ചു വെച്ചിരിക്കുന്നത്. വളരെ പ്രണയാതുരമായിട്ടുള്ള ഒരു പെർഫ്യൂം, അഡിക്റ്റീവ് ആക്കും. നിങ്ങൾക്കൊരു പെർഫ്യൂം ഉപയോഗിച്ച് തീരുമ്പോൾ വീണ്ടും വീണ്ടും ഈ ഒരു പെർഫ്യൂം വീണ്ടും വാങ്ങാൻ തോന്നുന്ന തരത്തിൽ ഫ്രൂട്ടി, സ്വീറ്റ്, ഫ്രഷ് എല്ലാം കൊണ്ടും നമുക്ക് ഒരു ബെസ്റ്റ് ബൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഇത് ഒരേ സമയം ഫ്രഷാണ്, ഫ്രൂട്ടിയാണ്, സ്വീറ്റാണ്, എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ പെർഫ്യൂം. പൈനാപ്പിളിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഓർക്കിഡ് പൂക്കളുടെ മണവും ഫ്ലോറൽ മണവും എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന മണം. നിങ്ങളുടെ കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂം. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഒരു സ്പെയിനിലെ ആ ഒരു വൈബും, ഞാൻ ഈ പറഞ്ഞ ഒരു പ്രണയാതുരമായ നിമിഷവും, നിങ്ങളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള ഒരു നിമിഷവും ഒക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്യാൻ. നിങ്ങൾക്ക് ഒരുപോലെ വർക്കൗട്ട് ആവുന്ന പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂം ഏത് ക്യാരക്ടറിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് സ്പെയിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനീഷ്യസ്റ്റിലെ ബെർലിൻ എന്ന ക്യാരക്ടർ, ഒരു ഗുരുത്തം കെട്ട ക്യാരക്ടർ, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ പെർഫ്യൂം. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഒരു പെർഫ്യൂം നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും. അതും സ്പെയിനിലെ പെർഫ്യൂം. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങണം. വീഡിയോ കണ്ട് പൂർത്തിയാകുന്നതിന് മുമ്പേ നിങ്ങൾ ഓർഡർ തന്നേക്ക്. കാരണം ഇത് തീർന്നു പോകും, ഇമ്മീഡിയറ്റ് ആയിട്ട് തീർന്നു പോകും. ഇതിൻ്റെ വില വരുന്നത് 100 ml 18,000 മുകളിലാണ് റേറ്റ് വരുന്നത്. അപ്പം അത്യാവശ്യം വിലയുള്ള ഒരു പെർഫ്യൂമാണ്, അത്യാവശ്യം വിലയുള്ള ഒരു ഹൗസ് തന്നെയാണ് മോഡൽ. ഏകദേശം 120 കൊല്ലം പാരമ്പര്യമുള്ള ഒരു നീഷ് ഹൗസ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. 10 മണിക്കൂറിനപ്പുറമാണ് ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത്. നിങ്ങൾ ഒരു 6 സ്പ്രേ മതിയാവും 10 മണിക്കൂർ നിൽക്കാൻ. പ്രൊജക്ഷൻ 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. ഇത് അവസാനം വരെയും ഇത് പ്രൊജക്റ്റ് ചെയ്ത് തന്നെയാണ് അസ്തമിക്കുന്നത്. അപ്പോൾ പ്രൊജക്ഷനിൽ ഒരു പ്രശ്നമില്ല. ലോങ്ജിവിറ്റിയും നല്ല ലോങ്ജിവിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു EDP ആണെന്ന് കൊടുത്തിട്ട് പോലും എക്സ്ട്രേറ്റ് ലെവൽ പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂം. ഇത് ഗേൾസിന് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആകാൻ പോകുന്ന പെർഫ്യൂം. അത് ലേഡീസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും. അവരിൽ നിന്നായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടാൻ സാധ്യത. ഇനി കാലാവസ്ഥ, നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കുറേ കൂടി നല്ല രീതിയിൽ ഇത് നീണ്ടു നിൽക്കും. ഓഫീസിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ യൂസ് ചെയ്യാം. ഓഫീസിൽ തീർച്ച ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. 4 ആൾ കൂടുന്നിടത്ത് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ പെർഫ്യൂം. ഉറപ്പായിട്ടും ചോദിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന്. അപ്പോൾ തീർച്ചയായും ഡീക്കൻ്റ് ട്രൈ ചെയ്യണം. നിങ്ങൾ വാങ്ങിയേ പറ്റൂ. ഇതിലൊരു ഒഴിവുകഴിവില്ലാത്ത പെർഫ്യൂമാണ്. പ്രത്യേകിച്ച് ഫ്രഷ്, ഫ്രൂട്ടി, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അഡിക്റ്റീവ് ആയിട്ടുള്ള മണങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നവർ, വളരെ യുണീക്ക് ആയിട്ടുള്ള ഇത് വളരെ യുണീക്കാണ് ഈ പെർഫ്യൂം. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ml, 5 ml, 10 ml ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്കും വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.